ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കീമ റെസിപ്പി നോക്കാം. അതിലേക്ക് ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 2 ബേ ലീവ്സ്, 3 പീസ് പട്ട, 5 ഏലക്ക, പിന്നെ സ്റ്റാർ ഒരു പകുതി സ്റ്റാർ മതിയാകും. അതിനുശേഷം അതിലേക്ക് 6 ഗ്രാമ്പുവും കൂടെ ചേർത്ത് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ കളർ മാറി വരുമ്പോഴത്തേക്കും 3 സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ മീറ്റാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് അതിനുള്ള പൊടികളാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല 1/2 ടീസ്പൂൺ മതിയാകും. അതിനുശേഷം അതെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഓയിൽ തെളിഞ്ഞു വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീറ്റ് ചേർക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മീറ്റിലേക്ക് ഈ കൂട്ടുകളെല്ലാം നന്നായിട്ട് ചേരുന്ന രീതിയിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം. ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഇത് അടച്ചു വെച്ച് 3/4 വേഗം ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് 2 പാർട്ടായിട്ടാണ് വേവിക്കുന്നത്. ആദ്യം 3/4 വേഗം ആയാൽ മതി. ഞാനിവിടെ ക്യാമൽ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 3 വിസിൽ അടുപ്പിച്ചിട്ടാണ് ഞാനിവിടെ ഇത് എടുക്കുന്നത്. നിങ്ങളുടെ കുക്കറിൻ്റെ സൈസും കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ച് വേഗലിന് വ്യത്യാസം വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. 3/4 വേഗം ആകുന്നത് വരെ ആദ്യം വെന്തിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കേണ്ടതുണ്ട്. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇപ്പോൾ നല്ല മണമാണ്. 3/4 വേഗം ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, കുറച്ചധികം മല്ലിയില ഈ സമയത്ത് ചേർക്കണം. അതിനുശേഷം പൊട്ടറ്റോ ചേർക്കാം. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ 1 ഇല്ലെങ്കിൽ 2 പൊട്ടറ്റോ ചേർക്കണം. ഇത് ഓപ്ഷണലല്ല, ഇത് മസ്റ്റായിട്ടും ചേർക്കണം. ഇത് കറിക്ക് പ്രത്യേക ടേസ്റ്റും നല്ല മണവും ഒക്കെ നൽകും. ഇത് ഞാനിപ്പോൾ 1 വിസിലടിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ മീറ്റിലേക്ക് പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് ചേരണമെന്നുണ്ടെങ്കിൽ 1 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 വിസിലാണ് എടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കീമ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. താങ്ക്